Question: A project schedule has to following characteristics: activity and time തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. ഫ്രം ദി എബോ ഇൻഫർമേഷൻ കൺസ്ട്രക്ട് എ നെറ്റ്വർക്ക് ഡയഗ്രാം. അപ്പോൾ ഓൾറെഡി നമ്മളത് പഠിച്ചതാണ്, എങ്ങനെയാണ് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളത്. സെക്കൻഡ് വൺ, കമ്പ്യൂട്ട് ദി ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈം ആൻഡ് ലേറ്റസ്റ്റ് ഇവൻറ്റ് ടൈം. ഇത് നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന കാര്യമാണ്. ഡിറ്റർമൈൻ ദി ക്രിട്ടിക്കൽ പാത്ത് ആൻഡ് ടോട്ടൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ. ഇത് നമുക്ക് ന്യൂ ടേമാണ്. ദെൻ കമ്പ്യൂട്ട് ടോട്ടൽ ഫ്രീ ഫ്ലോട്ട്, അതായത് ടോട്ടൽ ഫ്ലോട്ടും ഫ്രീ ഫ്ലോട്ടും ഫോർ ഈച്ച് ആക്ടിവിറ്റി. അപ്പോൾ 2, 3, 4 കാര്യങ്ങൾ നമുക്ക് പുതിയതായിട്ടുള്ളതാണ്. എന്നാൽ നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്യാൻ നമുക്ക് അറിയുന്നതുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ആ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ കൂടെ ടൈം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡ്യൂറേഷൻ തന്നിട്ടുണ്ട്, അതും കൂടെ അടയാളപ്പെടുത്താം. അതായത് 1 നിന്ന് 2 എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് 4 ആണ്. അതുപോലെ 1 നിന്ന് 3 1 ആണ്. അപ്പോൾ നമ്മളെല്ലാ ആക്ടിവിറ്റിക്കും ടൈം അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് കിട്ടി? ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം കിട്ടി. ഇനി നമുക്കവിടെ അറിയേണ്ടത് ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈമും അതുപോലെ ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമും ഒക്കെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളെ LST, അതായത് ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമും, EST ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമും, അതുപോലെ LFT ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈമും, അതുപോലെ EFT ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈമും. ഇത്രയും കാര്യങ്ങൾ നോട്ടിലുണ്ട്. അതിലവിടെ പറയുന്നത് ആ മീനിങ് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കണ്ടുപിടിക്കണം. അതിനു മുന്നേ നമുക്ക് ചെയ്യേണ്ട കാര്യം, ഒരു ഫോർവേഡ് പാസ് കാൽക്കുലേഷനും ബാക്ക്വേഡ് പാസ് കാൽക്കുലേഷനും ഉണ്ട്. അതും നിങ്ങളുടെ നോട്ടിൽ കറക്റ്റ് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ അവിടെ ഫോർവേഡ് പാസ് കാൽക്കുലേഷനിൽ നമ്മൾ E1 എന്ന് പറയുന്നത് നമ്മൾ ബിഗിനിങ് സ്റ്റാർട്ട് ഇവൻ്റാണ്. അതായത് ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കവിടെ 0 ആയിട്ട് അതിനെ, അതായത് സ്റ്റാർട്ടിങ് ടൈം അല്ലെങ്കിൽ ആ ഒരു ഇത് 0 ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ. ദെൻ E2 എന്ന് പറയുന്നത് 1 നിന്ന് 2 ആക്ടിവിറ്റിയുടെ അവിടെ വരുന്ന ഇവൻ്റാണ്. അപ്പോൾ E2 എന്ന് പറയുമ്പോൾ E1 എന്ന് പ്ലസ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ, അതായത് 1 നിന്ന് 2 ആക്ടിവിറ്റി ഡ്യൂറേഷൻ. ഓൾറെഡി E1 നമ്മൾ 0 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് 1 നിന്ന് 2 ആക്ടിവിറ്റി ഡ്യൂറേഷൻ 4 ആണ്. അപ്പോൾ 0 + 4 അവിടെ നമുക്ക് 4 എന്ന് കിട്ടും. അതുപോലെ E3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് E1 പ്ലസ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ, അതായത് 1 നിന്ന് 3 ആക്ടിവിറ്റി ഡ്യൂറേഷൻ, അത് 1 ആണ്. അപ്പോൾ E1 0 ആണ്. അപ്പോൾ 0 + 1 1 എന്ന് കിട്ടും. ഓക്കെ, എളുപ്പമാണ് അത് കിട്ടുന്നത്. അതായത് നമ്മളിവിടെ E1 എന്ന് പറയുന്നതും 0 ആയിട്ട് മെൻഷൻ ചെയ്തു. ഇനി നമുക്ക് ഇവിടെയാണ് E2 വരിക. അതുപോലെ ഇവിടെ E3 വരണം. അതായത് 1 നിന്ന് 2 ഡ്യൂറേഷനും E1 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 0യും ഈ 4 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ E2 കിട്ടും. അപ്പോൾ E2 4 കിട്ടും. ഈ 1 നിന്ന് 3 ഡ്യൂറേഷനും അതുപോലെ E1 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് E3 കിട്ടും. അതായത് 0 + 1 1 വരും. ഇനി നമുക്കിവിടെ E4 വേണം. E4 എന്ന് പറയുമ്പോൾ 4 2 നിന്നും വരുന്നുണ്ട്, 3 നിന്നും വരുന്നുണ്ട്. അപ്പോൾ 2 നിന്ന് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഈ E2 പ്ലസ് ഡ്യൂറേഷനാണ്. അപ്പോൾ 4 + 1 5ഉം ഇവിടെ E3 + 1, E3 എന്ന് പറയുന്നത് 1 ആണ്, ഇവിടെ ഡ്യൂറേഷൻ 1 ആണ്. അപ്പോൾ 2ഉം. അപ്പോൾ ഈ വഴി വരികയാണെങ്കിൽ നമുക്കവിടെ 5ഉം, ഈ വഴി വരികയാണെങ്കിൽ 2 ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ E4 ആയിട്ട് എടുക്കുന്നത് ഈ 2 എണ്ണത്തിൻ്റെയും മാക്സിമം വാല്യൂ ആണ്. സ്വാഭാവികമായിട്ട് നമുക്കിവിടെ കിട്ടുക E4 = 5 കിട്ടും. അതുപോലെ തന്നെ നമുക്കിനി
E5 കാൽക്കുലേറ്റ് ചെയ്യണം, E6 കാൽക്കുലേറ്റ് ചെയ്യണം, E7 കാൽക്കുലേറ്റ് ചെയ്യണം, E9 കാൽക്കുലേറ്റ് ചെയ്യണം, E8 കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ E10 കാൽക്കുലേറ്റ് ചെയ്യണം. ഇതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ E5 എന്ന് പറയുന്നത് 7 കിട്ടും. അതുപോലെ E6 എന്ന് പറയുന്നത് 11 കിട്ടും. E7 നമുക്ക് 15 കിട്ടും. E8 ഇതുപോലെ തന്നെ വരും, 2 വരും. 11 + 1 വരും, 15 + 2 വരും. അതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് 17 ആണ്. ഇവിടെ E8 + 5 വരും. E9 ഇവിടെ കണ്ടുപിടിക്കണം. E9 എന്ന് പറയുമ്പോൾ നമുക്കത് 10 ആണ്. ഇനി ഈ 10 + 7 17 വരുന്നുണ്ട്. 17 + 5 22 വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം വാല്യൂ ഏതാണോ അതാണ് നമ്മൾ എടുക്കുക. അപ്പോൾ 22. ഇനി നോക്കൂ, ഇവിടേക്ക് നമുക്ക് ഒരുപാട് പാത്തുണ്ട്. 1 2 4 9 10 ഇങ്ങനൊരു പാത്തുണ്ട്. 1 3 4 9 10 ഇങ്ങനൊരു പാത്തുണ്ട്. 1 3 5 6 8 10 ഈ ഒരു പാത്തുണ്ട്. 1 3 5 7 8 10 ഇങ്ങനൊരു പാത്തുണ്ട്. ഇതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റൂട്ട് ഏതാണോ, അതായത് നമ്മുടെ ഡ്യൂറേഷനും കൂടെ ആഡ് ചെയ്തിട്ട് മാക്സിമം ഡ്യൂറേഷൻ വരുന്ന പാത്ത് ഏതാണോ അതാണ് നമ്മളുടെ ക്രിട്ടിക്കൽ പാത്ത്. അതെന്ന് പറയുന്നത് 1 3 5 7 8 10 ആണ്. ഇത് വരുന്ന ലാസ്റ്റ് വരുന്ന ഇതിന് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയും. ക്രിട്ടിക്കൽ പാത്തിനെ നമ്മൾ ഒരു ഡബിൾ ലൈന് വെച്ചിട്ട്, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡബിൾ ലൈനാക്കാം, അല്ലെങ്കിൽ ഒന്ന് ഡാർക്കൻ ചെയ്യാം. ഡബിൾ ലൈൻ വെച്ചിട്ട് നമ്മളതിനെ മെൻഷൻ ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ക്രിട്ടിക്കൽ പാത്ത് വരുന്നത്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് എങ്ങനെ വരുന്നത്? 1 നിന്ന് 3 3 നിന്ന് 5 5 നിന്ന് 7 7 നിന്ന് 8 8 നിന്ന് 10. ഇതാണ് നമ്മളെ ക്രിട്ടിക്കൽ പാത്ത്. ഓക്കെ, അപ്പോൾ അവിടെ ശരിക്കും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ ടോട്ടൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയപ്പോൾ എത്ര വരുന്നത്? 22, അതായത് മാക്സിമം വാല്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ എൽ വാല്യൂസ് കാണണം. അതായത് ഇവിടെ L1 കണ്ടുപിടിക്കണം, L2 കണ്ടുപിടിക്കണം, L3 വേണം, L4 L5 L6 L7 L8 L9 L10 ഇത്രയും കണ്ടുപിടിക്കണം. ഇനി L കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്ക്വേർഡാണ്. നേരത്തെ ഫോർവേഡ് ആയിരുന്നു, ഇവിടെ ഇനി അത് ബാക്ക്വേർഡ് പിന്നെ പാസ് കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ L10 എന്ന് പറയുന്നത് 22 ആയിട്ട് ഫിക്സ് ചെയ്യും. ഇനി പുറകോട്ട് പോകുമ്പോൾ നമുക്ക് ശരിക്കും ചെയ്യേണ്ടത്, നേരത്തെ ഇങ്ങോട്ട് വരുമ്പോൾ ആഡ് ചെയ്തതാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ L9 എന്ന് പറയുന്നത് ഈ 22 7 മൈനസ് ചെയ്തതായിരിക്കും. 22 7 മൈനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ വാല്യൂ എത്രയാണെന്ന് നോക്കുക. 22 7 മൈനസ് ചെയ്യുന്ന നമുക്ക് കിട്ടുന്നത് 15 ആണ്. അതിവിടെ വരും. 22 നമുക്ക് 5 മൈനസ് ചെയ്യുമ്പോൾ L8 എന്ന് പറയുന്നത് 17 വരും. ഇനി ഇതുപോലെ തന്നെ ഇന്ന് മൈനസ് ചെയ്യണം. ഇനി ഇത് മൈനസ് ചെയ്ത് വരുമ്പോൾ L8 17 ആണ്. 17 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ L7 എന്ന് പറയുന്നത് 15 വരും. ഇവിടെ 1 ആണ്. 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ L6 എന്ന് പറയുന്നത് നമുക്ക് 16 വരും. ഇനി 16 ഇവിടെ ഉണ്ട്, 15 ഇവിടെ ഉണ്ട്. ഇവിടുന്ന് 8 മൈനസ് 15 8 മൈനസ് ചെയ്താൽ 7ഉം 16 4 മൈനസ് ചെയ്താൽ 12ഉം രണ്ടും ചെല്ലുന്നത് 5ലേക്കാണ്.
അപ്പോൾ ഈ 5ന് 2 വാല്യൂസ് ഉണ്ട്. 2 വാല്യൂസ് നമ്മൾ ഇതുപോലെ ഇവിടേക്ക് ഇങ്ങോട്ടും ഫോർവേഡായിട്ട് വന്ന സമയത്ത് മാക്സിമം എടുത്ത പോലെ ബാക്ക്വേർഡായിട്ട് പോകുമ്പോൾ മിനിമം എടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 12ഉം ഇവിടെ 7ഉമാണ്. അപ്പോൾ മിനിമം 7 ആണ്. അപ്പോൾ L5 എന്തായി മാറും? 7 ആയിട്ട് മാറും. ഓക്കെ, ഈ ഒരു പ്രത്യേകത കൂടെയുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു വിഷയം ഇവിടെ 1ൽ വരും, 3ൽ വരും. അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമുക്ക് L9 കിട്ടി. ഇനി L4 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടുന്നത് 10 ആണ്. അതായത് L5 15 5 - ചെയ്താൽ കിട്ടുന്ന L4. ഇനി ഇവിടെ 10 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. 10ന് 1 - ചെയ്ത് കഴിഞ്ഞാൽ 9ഉം 7ന് 6 - ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 1ഉം. അതിൻ്റെ മിനിമം എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് L3 ഇവിടെ 1 ആവും. ഓക്കെ, ഇനി ഇവിടെ L4 10 ആണ്, 1 ഉണ്ട്. ഇവിടെ 10 - ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 9 കിട്ടും. ഇനി ഇവിടെ 9നും 4 - ചെയ്ത് വരും, 1ൽ നിന്ന് 1 - ചെയ്ത് വരും. അപ്പോൾ അതിൻ്റെ മിനിമം എന്ന് പറയുന്നത് 1ൽ നിന്ന് 1 - ചെയ്യുന്ന 0 ആയിരിക്കും. ഈ രീതിയിൽ നമുക്ക് L വാല്യൂസും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാൽക്കുലേഷനാണ് ഈ രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ബാക്ക്വേർഡും അതുപോലെ ഫോർവേഡും കാൽക്കുലേഷൻസ്. നമുക്ക് വേണ്ടത് EFT കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. EFT കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈമാണ്. അതെന്ന് പറയുന്നത് EST പ്ലസ് ആക്ടിവിറ്റി ഡ്യൂറേഷനാണ്. നോക്കൂ, 1 നിന്ന് 2ലേക്കുള്ള EFT എന്ന് പറയുന്നത് E1 പ്ലസ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ, അതായത് 0 + 4 = 4. 1 നിന്ന് 3ലേക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ E1 ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കധികം പറയുന്നില്ല. E1 + 1 ആ ഡ്യൂറേഷൻ 1 നിന്ന് 3ലേക്കുള്ള ഡ്യൂറേഷനാണ് 1, അത് 1 ആവും. അതുപോലെ EFT എന്ന് പറയുന്നത് നമുക്ക് 2 to 4 EFT എന്താണെന്നുള്ളത് കണ്ടെത്താൻ പറ്റും. 3 to 4 EFT കണ്ടെത്താൻ പറ്റും. അതുപോലെ ബാക്കിയെല്ലാം കണ്ടെത്തണം. അതുപോലെ LST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LFT എന്ന് പറയുന്നത് L ആണ് കേട്ടോ. L2, L1, L2, L3 LFT മൈനസ് ആക്ടിവിറ്റി ഡ്യൂറേഷനാണ്. അപ്പോൾ LST എന്ന് 1 to 2 എന്ന് പറയുമ്പോൾ ആ 2ലുള്ള L2 മൈനസ് 1 നിന്ന് 2ലേക്കുള്ള ആ ഡ്യൂറേഷൻ, അതാണ് അവിടെ മൈനസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ LSTകളും 1, 2, 2, 1, 3 എത്ര നമുക്ക് ആക്ടിവിറ്റി തന്നിട്ടുണ്ടോ അതെല്ലാം കണ്ടെത്തുന്നു. അതിന് ശേഷം ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം മൈനസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമാണ്. അതിൽ ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ഹെഡ് ഈവൻറ്റ് സ്ലാക്ക് ആണ്. അപ്പോൾ ഹെഡ് ഈവൻറ്റ് സ്ലാക്ക് എന്ന് പറയുന്നത് ഓരോ ആക്ടിവിറ്റിന്ന് എടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ആക്ടിവിറ്റി 1, 2 എടുത്തു. ഹെഡ് ഈവൻറ്റ് സ്ലാക്ക് എന്ന് പറയുന്നത് അവിടെ വരുന്ന ആ 1 നിന്ന് 2ലേക്കില്ല. അപ്പോൾ 2ലെ L2 - E2 ആണ്. അതെടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഇവിടെ ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത് അവിടെ നമുക്ക് വരുന്ന ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ഹെഡ് ഈവൻറ്റ്. ടോട്ടൽ ഫ്ലോട്ട് അവിടെ നമുക്ക് കിട്ടും. എത്രയാണ്? പിന്നെ ടോട്ടൽ ഫ്ലോട്ട് ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം മൈനസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമാണ്. അത് നമുക്ക് 5 എന്ന് കിട്ടിയിട്ടുണ്ട്. 5 - 5 = 0. ഇതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റിയിലും നമ്മളങ്ങനെ കണ്ടെത്തണം. ഇത്രയേ ഉള്ളൂ. ഇതിന് നമുക്കൊരു ടേബിളായിട്ട് ചെയ്യാം. ഇതിങ്ങനെ എഴുതി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇതാണ് നമുക്ക് ചെയ്യാൻ സുഖം. പിന്നെ നമുക്കത് ടേബിളാക്കി മാറ്റാം. ഇതുപോലെ ഇരിക്കും ആ ടേബിൾ. ഉണ്ടോ? ആക്ടിവിറ്റി ടൈം, ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം, ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം, ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം, ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈം, ടോട്ടൽ ഫ്ലോട്ട് ആൻഡ് ഫ്രീ ഫ്ലോട്ട് ഒക്കെ അതിവിടെ ഫോർമുലയുണ്ട്. ഈ രീതിയിൽ ഈ ഒരൊറ്റ ടേബിളിലേക്ക് അതിനെ എഴുതാൻ പറ്റും. നമ്മളതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം ഇതാണ്. ആ ഡാർക്കായിട്ട് കാണിച്ചിരിക്കുന്ന ലൈനാണ് ക്രിട്ടിക്കൽ പാത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ നോട്ട്സ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതും ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് കേട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിൽ നിന്ന് നോട്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും. ഓക്കെ.